കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ ഷോക്കേറ്റ് മരിച്ച അനന്തുവിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പൂർത്തിയാക്കിയത്. ഇനിയും അനന്തുവിൻ്റെ വീട്ടിലേക്ക് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനന്തുവിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നാടിനെ തന്നെ സങ്കടക്കടലിൽ ആഴ്ത്തിയ ഒരു സംഭവമായിരുന്നു ഇന്നലെ ഉണ്ടായത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനന്തു കൂട്ടുകാർക്കൊപ്പം മീൻ പിടിക്കാൻ പോയ വഴി തിരികെ വരുമ്പോൾ പന്നിയെ പിടിക്കാനായി ഒരുക്കിയ വൈദ്യുത കെണിയിൽ അകപ്പെടുകയായിരുന്നു. അങ്ങനെ അനന്ത് ഷോക്കേറ്റ് മരണപ്പെടുന്നു. അനന്തുവിനൊപ്പം 2 വിദ്യാർത്ഥികൾക്കും ഷോക്കേറ്റിരുന്നു. അവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അപകടകരമായ നിലയിൽ കെണി ഒരുക്കിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്, മറ്റൊരാൾ കസ്റ്റഡിയിലുമാണ്. പന്നിയെ കൊടുക്കാനായി മനഃപൂർവ്വം വൈദ്യുത കെണി ഒരുക്കിയതാണ് എന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട്. ഈ കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് DYSPക്ക് കൈമാറിയിട്ടുണ്ട്. അനന്തുവിൻ്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്നു. പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്കാര കർമ്മങ്ങൾ നടക്കുക. നിലമ്പൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ജിത്തു എന്നു പേരുള്ള അനന്തു ഇന്നലെയാണ് പന്നിയെ കൊടുക്കാനായി വെച്ചിരുന്ന വൈദ്യുത കെണിയിൽ നിന്നും ഷോക്കേറ്റ് മരണമടയുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അനന്തുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി 12 മണിയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മഞ്ചേരിയിൽ നിന്നാണ് മൃതദേഹം വഴിക്കടവിലെ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. അവിടെ പൊതുദർശനമുണ്ടാകും. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം സംസ്കാര കർമ്മങ്ങളും നടക്കും. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ആ നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ സംഭവമാണ് അനന്തുവിൻ്റെ മരണം. അത് അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുത കെണിയിൽ അനന്തു അകപ്പെടുകയായിരുന്നല്ലോ. ആ വീട്ടിൽ നിന്നും മീൻ പിടിക്കാൻ പോയ അനന്തു ഇപ്പോൾ തിരികെ എത്തുന്നത് മരണപ്പെട്ട നിലയിലാണ്. ആ വീടിന് മാത്രമല്ല, ആ നാടിന് ആകെ സങ്കടക്കടലിലാഴ്ത്തിയ ഒരു സംഭവമാണ്. ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ അരുൺ. വിനോദ്, ഒരു നാടൊന്നാകെ തേങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് അനന്തുവിന്റെ മൃതദേഹം മഞ്ചേരിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഇപ്പോൾ വസതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വെള്ളക്കട്ടയിലെ വസതിയിലാണ് ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുന്നത്. നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളുമൊക്കെ അടക്കം ഒരുപാട് ആളുകളാണ് അനന്തുവിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഈ വസതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഭക്ഷണം കഴിഞ്ഞ് മീൻ പിടിക്കുന്നതിന് വേണ്ടിയാണ് അനന്തവും തൻ്റെ 4 സുഹൃത്തുക്കളും പോയത്. വീടിന് മുന്നിലൂടെ കടന്നു പോകുന്ന തോട്, ആ തോടിന്റെ മറ്റൊരു ഭാഗത്തേക്കായിരുന്നു അവർ മീൻ പിടിക്കുക ലക്ഷ്യമാക്കി പോയത്. ആ മീൻ പിടിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു അനധികൃതമായി പന്നിയെ പിടികൂടുന്നതിന് വേണ്ടി, മാംസക്കച്ചവടത്തിനായി പന്നിയെ പിടികൂടുന്നതിന് വേണ്ടി പ്രദേശത്തെ വിനീഷ് എന്നയാൾ സ്ഥാപിച്ച വൈദ്യുതി കെണിയിൽ അനന്തു എന്ന ഈ 15-കാരൻ അകപ്പെടുന്നത്. ആ ഷോക്ക് ഏറ്റ ഉടനെ തന്നെ അനന്തുവിനൊപ്പം ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ, ഒരു 5 അംഗ സംഘമായിരുന്നു മീൻ പിടിക്കാൻ പോയത്. അതിൽ അനന്തു ഉൾപ്പെടെ 3 പേർക്കാണ് ഷോക്കേറ്റത്. അതിലാണ് സുഹൃത്തുക്കൾക്ക് 2 പേർക്ക് പരിക്കേൽക്കുകയും അനന്തുവിന് ദാരുണാന്ത്യം സംഭവിക്കുകയും ചെയ്തത്. ഏതായാലും ഈ സംഭവം ഈ നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തി മാറ്റിയിരിക്കുകയാണ്. 15 വയസ്സുകാരൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിൽ മീൻ പിടിക്കാൻ പോകുന്നതിനിടെ ഇത്തരത്തിൽ സ്വന്തം ജീവൻ നഷ്ടമാവുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. പൊതുദർശനം ഈ വെള്ളക്കട്ടയിലെ വീട്ടിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ നിരവധി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെയൊക്കെ ആളുകൾ അനന്തുവിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു.
വിവിധ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയാണ് എത്തിയത്. അവരൊക്കെ പറഞ്ഞത് ഇത് പക്ഷേ ഇത് ഒഴിവാക്കാമായിരുന്നു. കൃത്യമായിട്ട് തന്നെ ഇങ്ങനെ അനധികൃതമായി വൈദ്യുതി വലിക്കുന്നതും മറ്റുമൊക്കെയായി നേരത്തെ തന്നെ ഇവിടെ നിന്നും പരാതി ഉയർന്നിരുന്നു. പ്രദേശവാസികൾ തന്നെ ഇത് സംബന്ധിച്ച് പരാതി പറഞ്ഞതാണ്. പക്ഷെ അങ്ങനെ പരാതിപ്പെട്ടിട്ടും അതിൽ നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഈ വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമാവുന്ന സ്ഥിതി ഉണ്ടായത് എന്നുള്ളതാണ് നാട്ടുകാരും മറ്റുമൊക്കെ പറഞ്ഞത്. മാത്രമല്ല, വന്യജീവി ശല്യം ഇങ്ങനെ രൂക്ഷമായി തുടരുമ്പോഴും അതിലൊരു കൃത്യമായ പരിഹാരമില്ലാത്തത് കൂടെയാണ് ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ വഴിവെച്ചത് എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഉയരുന്ന ഒരു സ്ഥിതിയുണ്ട്. അതായത് ഈ വെള്ളക്കട്ടയിലെ വീട്ടിൽ പൊതുദർശനം പുരോഗമിക്കുന്നു. കുറച്ചു സമയം മാത്രമേ ഇവിടെ പൊതുദർശനം ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം കുട്ടിക്കുന്ന് പൊതുശ്മശാനത്തിലാണ്, അതായത് വീടിന് സമീപത്തുള്ള കുട്ടിക്കുന്ന് പൊതുശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും വലിയ തിരക്കും കാണുന്നു. ഒരുപാട് ആളുകൾ ഈ അനന്തുവിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ അനന്തുവിന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അരുൺ, അതേപോലെ തന്നെ നമുക്കറിയാം ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയുണ്ട്. അനധികൃതമായി സ്ഥാപിക്കുന്ന ഇത്തരം കെണികൾ, വൈദ്യുത കെണികൾ, അത് തടയാനോ അല്ലെങ്കിൽ അത്തരം കെണികൾ സ്ഥാപിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനോ സർക്കാരിനാവുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണിത്. അപ്പോൾ ഈ മരണപ്പെട്ട അനന്തുവിൻ്റെ കുടുംബത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം, ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ അധികൃതരോ ഉദ്യോഗസ്ഥരോ ആരെങ്കിലും അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ അരുൺ? നിലവിൽ അത്തരത്തിൽ ധനസഹായമോ മറ്റോ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ധനസഹായം പ്രഖ്യാപിക്കണം എന്നുള്ളൊരാവശ്യം BJPയും NDAയും അതുപോലെ തന്നെ UDFും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു സംഭവത്തിന് കാരണം അത് സർക്കാരിന്റെ ഒരു അനാസ്ഥ തന്നെയാണ്. ഇത്തരത്തിൽ ഇങ്ങനെ ഇവിടെ വൈദ്യുതി അനധികൃതമായി വലിച്ച് കെണി വെക്കുന്നു. ആ കെണി വെച്ച് പന്നികളെ പിടികൂടുന്നു. ആ പന്നികളെ പിടികൂടി അതിന്റെ മാംസം കച്ചവടം ചെയ്യുന്നു എന്നുള്ള പരാതി നേരത്തെ തന്നെ പോലീസിനും മറ്റുമൊക്കെ ഇവിടുത്തെ പ്രദേശവാസികൾ തന്നെ നൽകിയതാണ്. എന്നിട്ടും അതിൽ നടപടി ഉണ്ടായില്ല. മാത്രമല്ല, 3 മാസം മുൻപാണ് പ്രദേശത്ത് തന്നെ മറ്റൊരു വ്യക്തി, കുഞ്ചുകുട്ടൻ എന്നുള്ള ഒരു വ്യക്തി ഇവിടെ സമാന രീതിയിൽ തെങ്ങുകയറ്റത്തിന് പോകുകയായിരുന്നു. ആ സമയത്ത് വൈദ്യുതി കെണിയിൽ കുടുങ്ങി ജീവൻ നഷ്ടമാവുന്ന ഒരു സ്ഥിതി ഈ പ്രദേശത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുൻപും സമാന രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടും വൈദ്യുതി വകുപ്പാണെങ്കിലും അതല്ലെങ്കിൽ വനം വകുപ്പാണെങ്കിലും ഒക്കെ ഈ പന്നിയെ പിടിക്കുന്നതിനോ അല്ലെങ്കിൽ അനധികൃതമായ വൈദ്യുതി വലിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ അതിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാത്തതിന്റെ ഒരു ഫലം കൂടെയാണ്, തിക്തഫലം കൂടെയാണ് ഇങ്ങനെ വീണ്ടും ഒരു അപകടം ഉണ്ടായത്. വീണ്ടും ഒരു യുവാവിനെ ഈ കരുതിക്കൂട്ടിയുള്ള ഒരു സംഭവത്തിലൂടെ ജീവൻ നഷ്ടമായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നാട്ടുകാരും മറ്റുമൊക്കെ ആരോപിക്കുന്നത്. ഒപ്പം തന്നെ നാട്ടുകാരും മറ്റുമൊക്കെ പറയുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് പ്രദേശത്തെ വന്യജീവി ശല്യം എന്നുള്ളതാണ്. കാട്ടുപന്നികൾ ജനവാസ മേഖലയിൽ തുടർച്ചയായി എത്തുന്നു. ഇങ്ങനെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ ഭീഷണിയായി മാറുന്നു. എന്നിട്ടും അതിലും കൃത്യമായ പരിഹാരങ്ങളോ നടപടികളോ ഒന്നും ഉണ്ടാവാത്തതും ഇങ്ങനെ ഒരു സംഭവമാണ്. കാട്ടുപന്നികളുടെ ശല്യം മൂലം കൃഷി പോലും നടക്കാൻ വയ്യാത്ത സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകാതെ വരുമ്പോഴാണ് സാധാരണക്കാർ, ജനങ്ങൾ തന്നെ നേരിട്ട് ഇത്തരത്തിലുള്ള അനധികൃതമായ വൈദ്യുതി കെണികൾ ഒരുക്കുന്നത്. പക്ഷേ അത്തരം കെണികളിൽ നിരവധി മനുഷ്യജീവനുകൾ പൊലിയുന്നു. അനന്തുവിനെ പോലെ പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാർ, വിദ്യാർത്ഥികളൊക്കെ ഇത്തരത്തിലുള്ള കെണിയിൽ അകപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. സർക്കാർ ഇക്കാര്യത്തിൽ കെടുകാര്യസ്ഥത തുടരുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് അനന്തുവിൻ്റെ മരണം.